12 മാസമാണ് അല്ലാഹു ഒരു വർഷത്തിൽ നിശ്ചയിച്ചത്. ഫീ കിതാബില്ലാഹ്, അല്ലാഹുവിന്റെ കണക്കൻ അങ്ങനെയാണ്. നമുക്കൊക്കെ ബോഡി ക്ലോക്ക് ഉണ്ട് നമ്മുടെ ശരീരത്തിൽ 24 മണിക്കൂർ. അങ്ങനെ ഡോക്ടർമാർ പറയും 24 മണിക്കൂർ കഴിയുമ്പോൾ ഗുളിക മാറ്റണം, 24 മണിക്കൂറിനുള്ളിൽ ഇത്ര ഡോസേജ്. 24 മണിക്കൂറാണ് ഈ ഭൂമിയുടെ ഈ സ്വയം കറക്കത്തിന്റെ ആ സമയമാണ് നമ്മുടെ ബോഡി ക്ലോക്ക്. ശരീരത്തിന്റെ ക്ലോക്ക് തന്നെ അങ്ങനെയാണ്. 24 മണിക്കൂറിനുള്ളിൽ റെസ്റ്റ് എടുക്കണം. 24 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അത് ഇങ്ങനെ വരും. നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ അല്ലാഹു സംവിധാനിച്ചത് അങ്ങനെയാണ്. 24 മണിക്കൂർ അത് ആർക്കും തിരുത്താൻ കഴിയില്ല. അങ്ങനെ മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 12 മാസങ്ങളായിട്ട് അല്ലാഹു നിശ്ചയിച്ചതാണ്. അതിൽ 4 പരിശുദ്ധങ്ങളാണ്, ഹുറുമാണ്, മുഹറമാണ്, വളരെ പവിത്രമാണ്. ഫലാ തുദ്ലിമൂ ഫീഹിന്ന അൻഫുസകും, നിങ്ങൾ നിങ്ങളോട് ദുൽമ് ചെയ്യരുത്, നിങ്ങൾ നിങ്ങളോട് ദുൽമ് ചെയ്യരുത്. അങ്ങനെ പറഞ്ഞാൽ ഈ 4 മാസത്തിൽ ദുൽമ് ചെയ്യരുത്. അപ്പൊ 4 മാസം കഴിഞ്ഞാൽ പറ്റുന്നാണോ അതിനർത്ഥം? അല്ലല്ല, 4 മാസത്തിൽ എന്തായാലും എന്ത് ചെയ്യരുത്? ചെയ്യരുത്, അല്ലെങ്കിലും ചെയ്യരുത്. ഈ 4 മാസങ്ങളുടെ ശ്രേഷ്ഠത അങ്ങനെയാണ്. അതുകൊണ്ട് ആർക്കും ദുൽമ് വരുന്നൊരു പണി നിങ്ങൾ ചെയ്തേക്കരുത്. അങ്ങനെയാണ് അതിന് ചില മുഫസ്സിരീങ്ങൾ അർത്ഥം കൊടുത്തത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അത്ഭുതകരമായ തഫ്സീറുണ്ട്. അവിടെ മഹാനവറുകൾ പറഞ്ഞു ഫിൽ 12, ആ 4 മാസത്തിൽ ദുൽമ് ചെയ്യരുതെന്നല്ല, ആ 12 മാസത്തിലും ദുൽമ് ചെയ്യരുത്. 4 പവിത്രമാണ്. ഫലാ തുദ്ലിമൂ ഫീഹിന്ന, അവകളിൽ എന്ന് പറഞ്ഞത് 4ലേക്ക് മാത്രമല്ല, 12 ശഹറൻ, 12 മാസം എന്നല്ലേ പറഞ്ഞത്. ആ 12 മാസത്തിലും നിങ്ങൾ അക്രമം ചെയ്യരുത്, നിങ്ങളുടേതല്ലാത്തത് ആരോടും പിടിച്ചു വാങ്ങല്ലേ, പലരുടെയും അവകാശം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പിടിച്ചു വെക്കരുത്, കൊടുത്തേക്കണേ. ആരെങ്കിലും മാനസികമായി പീഡിപ്പിക്കരുത്, തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാതെ ഇടങ്ങാറാക്കരുത്, നിങ്ങൾ ആരെയും ദുൽമ് ചെയ്യരുത്. എപ്പോ? ഈ 12 കൊല്ലം മുഴുവൻ. പിന്നെ സമയമില്ലല്ലോ, മരിക്കോൾ അതന്നെ നിയമം. ദുൽമ് പാടില്ല, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു വിഷയം. മനുഷ്യൻ ഓരോരുത്തരും ഉമ്മാന്റെ വയറ്റിന്ന് പോകുന്നത് അവനവന്റെ ഒരു കൃത്യമായൊരു എക്സിസ്റ്റൻസ് അള്ളാഹു നൽകിയിരിക്കുക. ആരും ആരുടെയും അസ്തിത്വത്തിന്റെ മേൽ കൈവെക്കരുത്. നമുക്ക് ജീവിക്കാൻ അവകാശമുള്ള പോലെ പുറത്താൾക്ക് അവകാശം. ഏത് നാട്ടിൽ നിന്ന് വന്നവനാവട്ടെ, ഏത് പാസ്പോർട്ടുള്ള, ഏത് ഭാഷ സംസാരിക്കട്ടെ, ആരും ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിനും അള്ളാഹു മുസ്തഖില്ലൻ, ഓരോരുത്തർക്കും ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനുള്ള ഒരു സംവിധാനം അള്ളാഹുവിന്റെ ഭൂമിയിൽ വെച്ചിട്ടുണ്ട്. ആരും ആരെയും അതിക്രമിക്കരുത്, ആരുടെയും അവകാശത്തിന്റെ മേൽ കൈവെക്കരുത്. ആ നിയമം നിലനിൽക്കെ തന്നെ ഈ 4 മാസങ്ങൾ നിർബന്ധമായും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ആ 4 മാസങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് സലാസുൻ മുതവാലിയാസുൻ, 4 മാസം തുടരെയാണ്. ഇരിക്കട്ടെ, ഈ 12 അറബി മാസം പഴക്കാതെ ചൊല്ലാൻ അറിയുന്നവരൊന്ന് കൈപൊക്കിയാട്ടെ. മാഷാ അല്ലാഹ്. ദുൽഹിജ്ജ മുതൽ മുഹറം വരെ ബാക്ക്വേർഡ്സ് വരാൻ അറിയുന്നൊരു കൈപൊക്കിയാട്ടെ. അങ്ങനെ ആൾക്കാരുണ്ടോ? മാഷാ അല്ലാഹ്. സെന്റ് കുപ്പിയൊന്നും കാണില്ലല്ലോ ഇവിടെ. അടുത്ത ആഴ്ച മുതൽ വരുമായിരിക്കും അല്ലേ? മാഷാ അല്ലാഹ്. നമ്മൾ അറിഞ്ഞിരിക്കണം, നമ്മുടെ ശറഅ് കണക്കാക്കിയ, അതായത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇപ്പോ ഹിജ്റ വന്നതിന് ശേഷം റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്തും കഴിഞ്ഞ്, ഹിജ്റ കഴിഞ്ഞ് 10 വർഷം വരെ നബി തങ്ങൾ മദീനയിൽ താമസിക്കുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കഴിഞ്ഞിട്ട് തങ്ങൾ വഫാത്താകുന്നു. ഹിജ്റയുടെ 17ാമത്തെ വർഷമാണ് ഹിജ്റ കലണ്ടർ നിയമത്തിൽ വരുന്നത്. ഹിജ്റയുടെ 17ാം വർഷം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് 7 കൊല്ലം കഴിഞ്ഞതിന്റെ ശേഷമാണ് ഹിജ്റ കലണ്ടർ വരുന്നത്. ആരായിരുന്നു അന്നത്തെ ഖലീഫ? ആരായിരുന്നു? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 7 ആയിട്ടുള്ളൂ. 2 വർഷം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 10 വർഷം ഉമർ തങ്ങള്, 12 വർഷം ഉസ്മാൻ തങ്ങള്, 6 വർഷം അലി റളിയല്ലാഹു അൻഹു. അപ്പൊ ടോട്ടൽ എത്ര വർഷമായി? കൈപൊക്കിയാട്ടെ. 30. മാഷാ അല്ലാഹ്. ഇർഷാദ് പറഞ്ഞേ 30 വർഷം. അൽ ഖിലാഫത്തു ബഅദി 30 സന, എന്റെ കാലശേഷം ഖിലാഫത്ത് 30 കൊല്ലമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അത്ഭുതകരമായ ഹദീസാണ്. തങ്ങള് വഫാത്താകുന്നതിന് മുമ്പേ പറഞ്ഞു അൽ ഖിലാഫത്തു ബഅദി 30 സന, 30 കൊല്ലമാണ് സത്യസന്ധമായ ഖിലാഫത്ത് എന്റെ കാലശേഷം നടക്കുക. സുമ്മ യകൂനു മുൽക്കൻ ഗദൂദാ, പിന്നെ അതിക്രമങ്ങൾ നടക്കുന്ന രാജഭരണം വരാനുണ്ട് എന്ന് പറഞ്ഞു. സിദ്ദീഖ് തങ്ങൾ 2 കൊല്ലം, ഉമർ തങ്ങൾ 10, 12, ഉസ്മാൻ തങ്ങൾ 12 കൊല്ലം, 24, അലി തങ്ങൾ 6 കൊല്ലം, 30 കൃത്യമാണ്.
അൽ ഖിലാഫത്തു ബഅദി 30 സന. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അബൂ മൂസ അശ്അരി തങ്ങളാണ് ഈ സംഭവം പറഞ്ഞത്. അന്ന് ഞങ്ങൾക്ക് ചീന റസായിലു മിൻ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കത്ത് ഞങ്ങൾക്ക് വരും. അപ്പോ അവരൊക്കെ പല രാജ്യങ്ങളിലും ഗവർണർമാരായിട്ട് ജോലി ചെയ്യാൻ. ഉമർ തങ്ങൾ എഴുതുക, ഈ ഷഅബാനിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ റജബിൽ ഇങ്ങനെയൊക്കെ വരുമ്പോ ഈ കത്തെത്താൻ ഒരുപാട് സമയമെടുക്കും. അപ്പോ ഇത് ഏത് റജബാണ്? കഴിഞ്ഞ റജബിനെ കുറിച്ചായിരുന്നോ ഈ പറഞ്ഞത്? എന്തെങ്കിലും വിഷയം അങ്ങനെ ഉണ്ടാവും. അവ വരാൻ പോകുന്ന റജബാണോ കഴിഞ്ഞതാണോ? ഒരു കാലഘട്ടത്തെ ബേസ് ചെയ്യാൻ പറ്റുന്നില്ല. അന്നൊക്കെ സ്വഹാബിമാര് കൃത്യമായൊരു സമയം, ഒരു സംഭവം നടന്നാൽ ആ സംഭവത്തെ ആസ്പദമാക്കിയിട്ട് സംഭവങ്ങളൊക്കെ പറയാം. ബദർ യുദ്ധം കഴിഞ്ഞ് 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവന്റെ കല്യാണം ഉണ്ടായത്, അങ്ങനെ പറയും. ഉഹദ് കഴിഞ്ഞ് 4-ാം മാസത്തിലാണ് ഇവരെ പ്രസവിക്കപ്പെട്ടത്. അന്നത്തെ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ടാ പറയാം. അപ്പൊ ഉമർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു സ്വഹാബികളോട്, നമുക്കൊരു കലണ്ടർ വേണ്ടേ? ഹുർമുസാനുൽ ഫാരിസി അദ്ദേഹം പറഞ്ഞു ഉമർ തങ്ങളോട്, പേർഷ്യക്കാരുടെ കലണ്ടർ ഉണ്ട്, നമുക്കത് സ്വീകരിച്ചാൽ എന്താ? മുസ്ലിം പറഞ്ഞു അത് വേണ്ട, അവർ തീയാരാധകരല്ലേ. റോമക്കാരും ഗ്രീക്കുകാരും ഉപയോഗിക്കുന്ന കലണ്ടർ ഉണ്ട്, നമുക്ക് അത് ആലോചിച്ചാൽ എന്താന്ന് ചോദിച്ചു. അത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു. എന്നാ പിന്നെ എന്താവണം? മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. ഉമർ തങ്ങൾ പറഞ്ഞു, എനിക്ക് തോന്നുന്നു മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യ ദിവസം എന്ന് അല്ലാഹു തആല പറഞ്ഞില്ലേ, ആ ദിവസം ഏതാണ്? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കാലുകുത്തിയ ദിവസമാണ്. അതാണ് അല്ലാഹു പറഞ്ഞ ആദ്യ ദിവസം മുതൽ തഖ്വയിൽ അധിഷ്ഠിതമായ പള്ളി എന്ന് പറഞ്ഞ മസ്ജിദ് ഖുബാ പള്ളിയെ സംബന്ധിച്ചാണ് പറഞ്ഞത്. മസ്ജിദുൽ ഇറാർ ചരിത്രമൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലെ. ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പള്ളി. ലാ തഖും ഫീഹി അബദ, നബിയെ നിങ്ങൾ ഒരിക്കലും നിസ്കരിക്കരുത്. ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ, ആദ്യ ദിവസം മുതൽ തഖ്വയിൽ സ്ഥാപിക്കപ്പെട്ടൊരു പള്ളിയുണ്ടല്ലോ നബിയെ. لمسجد أسس على التقوى من أول يوم أحق أن تقوم فيه رجال يحبون أن يتطهروا والله يحب المطهرين. നബിയെ, നല്ല മനസ്സുശുദ്ധിയുള്ള ആളുകൾ ആ പള്ളിയിലുണ്ട് നബിയെ. അള്ളാഹുവിനെ ഓർക്കുന്ന ആളുകളാണ് ആ പള്ളിയിലുള്ളത്. ആ പള്ളി ആദ്യ ദിവസം മുതലേ തഖ്വയിൽ നിർമ്മിക്കപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ തങ്ങൾ മദീനയിലേക്ക് വന്നിട്ട് ഒട്ടകം മുട്ടുകുത്തിയില്ലേ, തങ്ങൾക്ക് വീട് വേണം. ഓരോരുത്തർ വിളിച്ചു, നബി എന്റെ വീട്ടിൽ. തങ്ങൾ പറഞ്ഞു, എന്റെ ഒട്ടകം എന്റെ ഒട്ടകത്തെ വിട്ടേക്കണേ, അത് അള്ളാഹുവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒട്ടകമാണ്. ആ ഒട്ടകം മുട്ടുകുത്തുന്നു. ആ ഒട്ടകം മുട്ടുകുത്തിയിടത്ത് നബി തങ്ങൾ വീട് വെക്കാൻ വേണ്ടി പറഞ്ഞു. അത് നബിയുടെ വീടല്ല, ആർക്കുള്ള വീടാണ്? അള്ളാഹുവിനുള്ള വീടാണ്. ആദ്യമായി നബി തങ്ങൾ ചെയ്ത പണി അതാണ്, അള്ളാഹുവിനൊരു വീട് വെച്ചു കൊടുത്തു. പിന്നെ നബി തങ്ങൾ താമസിക്കാൻ സംബന്ധിച്ച് ആലോചിക്കുന്നത് ആ പള്ളിയാണ് മസ്ജിദ് ഖുബാ. ആ ഖുബായിനെ സംബന്ധിച്ച് പറയുമ്പോൾ അള്ളാഹു ഒരു ദിവസത്തെ പറഞ്ഞു, ആദ്യ ദിവസം. അപ്പൊ നമുക്ക് അതുമുതൽ കണക്കാക്കിയാൽ മതിയല്ലോ. ആ സംഭവം ഹിജറയാണ്. എന്നാ പിന്നെ നബി തങ്ങളുടെ ജനനമോ വഫാത്തോ സംബന്ധിച്ചുള്ള ചർച്ചകൾ മഹാന്മാർ നടത്തുന്നുണ്ട്. എന്തേ സ്വഹാബികൾ അങ്ങനെ ചെയ്യാതിരുന്നത് എന്നതിനെ സംബന്ധിച്ച്. സ്വഹാബികൾക്ക് ഏറ്റവും ഓർമ്മയുള്ളൊരു സംഭവം അതിൽ നബിയുടെ വഫാത്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രാമത്തെ വർഷമാണതെന്നും ഏത് മാസമാണതെന്നും ഏത് ദിവസമാണ് ഏത് മണിക്കൂറിലാണ് നടന്നത്, ഇതെല്ലാം കൃത്യമായി സ്വഹാബത്തിനറിയാം. നബി തങ്ങളുടെ ജനനത്തെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ചരിത്ര പണ്ഡിതന്മാർ പറയാറുണ്ട്. പ്രബലമായ അഭിപ്രായമാണ് നമ്മൾ സ്വീകരിക്കുന്നത്, റബീഉൽ അവ്വൽ 12 എന്ന് പറയുന്നത്. തങ്ങളുടെ വഫാത്തും റബീഉൽ അവ്വൽ 12 തന്നെ. പക്ഷെ അഭിപ്രായ വ്യത്യാസങ്ങളില്ല വഫാത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല. അങ്ങനെയുള്ള സംഭവം ഉണ്ടായിരിക്കെ എന്തുകൊണ്ട് സ്വഹാബികൾ അത് നമ്മുടെ കലണ്ടറായി സ്വീകരിച്ചില്ല എന്നൊരു ചർച്ചയുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ. അതിന് കാരണം പറഞ്ഞത് മറ്റൊന്നല്ല, തങ്ങളുടെ വഫാത്ത് വളരെ സങ്കടപ്പെടുത്തുന്നൊരു വിഷയമല്ലേ. അത് ഓർക്കാൻ ഉമ്മത്തിന് മനസ്സ് കഴിയില്ല. തങ്ങളുടെ വഫാത്തിനെ എങ്ങനെ നമ്മൾ അത് ബേസ് ചെയ്യും? അത് ഏറ്റവും മുഅ്ലിമായൊരു സംഭവമല്ലയോ, വേദനിപ്പിക്കുന്നൊരു സംഭവമല്ലേ? അത് വേണ്ട. എന്നാൽ ഹിജ്റ എന്നത് ഹിജ്റത്തു ഫത്ഹിൻ
ഇസ്ലാമിന് ശക്തിയും മുസ്ലിം ഉമ്മത്തിന് വിജയവും അല്ലാഹു നൽകിയത് ഹിജ്റയിലൂടെയാണ്. മദീനത്തേക്ക് വന്നപ്പോഴല്ലേ ഇസ്ലാം പ്രചരിച്ചത്, മദീനയിലല്ലേ ഇസ്ലാമിന് അല്ലാഹു ശക്തി നൽകിയത്, മദീനത്ത് വന്നപ്പോഴല്ലേ ആളുകളുടെ എണ്ണം കൂടിയത്. സുബ്ഹാനല്ലാഹ്, 10 കൊല്ലം നബി തങ്ങളുടെ കൂടെ 13 കൊല്ലം 13 വർഷം മക്കയിൽ നബി തങ്ങൾ ദഅവത്ത് ചെയ്തിട്ട് നബി തങ്ങൾക്ക് കിട്ടിയത് 250 സ്വഹാബികളെയാണ്. സ്വഹാബിയാത്തുകൾ വേറെയുണ്ട്. 250 ആളുകൾ. എത്ര? 13 കൊല്ലത്തെ നബി തങ്ങളുടെ അധ്വാനം സല്ലല്ലാഹു അലൈഹി വസല്ലം. 13 കൊല്ലത്തെ അധ്വാനം 250. ഹിജ്റ വരുന്ന 250ഓളം സ്വഹാബികളാണ്. ഹിജ്റ വരാത്ത എണ്ണപ്പെട്ട വളരെ ചെറിയ സംഖ്യ വേറെയുണ്ട്. എന്നാലും മെയിൻ നോക്കിയ 250. 13 കൊല്ലം. മദീനയിൽ നിന്ന് 10 വർഷം നബി തങ്ങൾ ജീവിച്ചിട്ട് 10ാമത്തെ കൊല്ലം തങ്ങൾ ഹജ്ജ് ചെയ്യുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹജ്ജില് നബി തങ്ങളുടെ അവസാനത്തെ പ്രഭാഷണം കേൾക്കാൻ അവിടെ വന്നത് എത്രയാ? 1,23,000. അതാണ് മാറ്റം. 250 നിന്ന് 1,23,000. അത് ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്നവര്. അത്രയും യാത്ര അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരും ശാരീരിക വൈകല്യങ്ങൾ പ്രയാസമുള്ളവര് വേറെയുണ്ട്. എത്രയോ മുഅ്മിനീങ്ങളായ സ്വഹാബിയാത്തുകൾ അല്ലെ, എത്രയോ മുഅ്മിനത്തുകൾ വേറെയുണ്ട്. അത്രയും വലിയൊരു വിജയം അല്ലാഹു നൽകിയത് ഹിജ്റയിലൂടെയാണ്. ആ ഒരു ഹിജ്റയാവട്ടെ, അതല്ലേ അല്ലാഹു അവ്വൽ യൗം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അബൂ മൂസ അശ്അരി നമ്മൾ ഇനി മുതൽ ഹിജ്റയെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ കലണ്ടർ ആരംഭിക്കുകയാണെന്ന് സയ്യിദുന ഫാറൂഖ് ഹാദിഹിൽ ഉമ്മ ഷഹീദുൽ മിഹ്റാബ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അങ്ങനെ പ്രഖ്യാപിക്കുകയാണുണ്ടായത്. അതാണ് ഹിജ്റ വർഷത്തിന്റെ ആരംഭം. അത് നടക്കുന്നത് ഹിജ്റയുടെ 17ാമത്തെ വർഷമാണ്. ഹിജ്റ കലണ്ടർ ആസ്പദമാക്കുന്നത് ഹിജ്റയുടെ 17ാം വർഷമാണ്. ഹിജ്റ നടന്നത് ഏത് മാസത്തിലാണപ്പോ? പെട്ടെന്ന് കൈവയ്ക്കട്ടെ. ഏത് മാസത്തിലാപ്പോ ഹിജ്റ നടന്നത്? മുഹറം ആണോ? അല്ല, ഹിജ്റ നടന്നത് മുഹറത്തിലല്ല. നമ്മുടെ വർഷം എങ്ങനെ കണക്കാക്കുന്നത്? അപ്പൊ പിന്നെ ഏതായിരുന്നു? 3 സ്വലാത്ത് ചൊല്ലിട്ട് പറയാം അല്ലെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വ ആലിഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വ ബാരിക് വ സല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. جزاكم الله. പരിശുദ്ധമായ ഹിജ്റ നടക്കുന്നത് ഏത് മാസത്തിലാണ് നമ്മൾ പറയാൻ പോണത്? റബീഉൽ അവ്വൽ 12-നാണ്. മാഷാ അല്ലാഹ്. അതെന്താ നിങ്ങൾ ആദ്യം പറഞ്ഞ് ഒരു സെന്റ് കൊണ്ടുപോയെന്നല്ല. മുഹറം, സഫർ, റബീഉൽ അവ്വൽ. ഈ മാസത്തിലെ 3ാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ. നമ്മുടെ വർഷത്തിലെ, അറബ് വർഷത്തിലെ റബീഉൽ അവ്വൽ 12-ന് ചരിത്ര പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസമുണ്ട്. അവിടെ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വിഷയങ്ങൾ ഉണ്ടാവില്ല. അത് പിന്നാലെ നടന്നത് അങ്ങനെ ഉണ്ടാവുക. പക്ഷെ റബീഉൽ അവ്വലിലാണ്, റബീഉൽ അവ്വലിന്റെ ആ 10, 11, 12 അല്ലെങ്കിൽ 8, 9, 10, 11, 12 ആ ഒരു റേഞ്ചിൽ ചരിത്ര പണ്ഡിതന്മാരൊക്കെ അഭിപ്രായപ്പെടുത്തിയത് അതാണ്. 12 പ്രബലപ്പെടുത്തിയ ആലിമീങ്ങളുണ്ട്. അവിടെ മുതൽ അന്നാണ് ഹിജ്റ നടക്കുന്നത്. വല്ലാത്ത അത്ഭുതം. തങ്ങളുടെ ജനനം 12-ന്, റബീഉൽ അവ്വൽ 12-ന് തങ്ങളുടെ വഫാത്ത് നടക്കുന്നു. ആ റബീഉൽ അവ്വലിൽ തന്നെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ നടക്കുന്നത്. അങ്ങനെ റബീഉൽ അവ്വൽ 12-നായിരുന്നു നബി തങ്ങൾക്ക് വഹീന്റെ തുടക്കമുണ്ടായത്. വഹീന്റെ തുടക്കം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കിതാബ് ബദിഇൽ വഹി, ഇമാം ബുഖാരി തങ്ങളുടെ സ്വഹീഹിൽ എങ്ങനെയാണ് നബി തങ്ങൾക്ക് വഹി തുടങ്ങിയത്? ആദ്യം തുടങ്ങിയത് വഹിയായിട്ട് ഖുർആൻ ഇറങ്ങുന്നത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ റമളാനിലാണ്. പക്ഷെ അതിന്റെ മുമ്പ് ഖുർആൻ വരുന്നതിന് മുമ്പ് നബി തങ്ങൾക്ക് ഇന്നമാ യറാ റുഅ്യാ സ്വാദിഖ, നബി തങ്ങൾക്ക് സത്യസന്ധമായ സ്വപ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു.
പച്ചയായിട്ട് തങ്ങൾ കാണും, ആ കണ്ടത് അങ്ങനെ തന്നെ സംഭവിക്കും. അങ്ങനെ ഒരുപാട് നാള് നബിതങ്ങൾക്ക് സത്യസന്ധമായ സ്വപ്നദർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഇഖ്റ ഇറങ്ങുന്നത്. അപ്പോ വഹീന്റെ കിതാബ് ബദ്ഇൽ വഹയിൽ, വഹീന്റെ ആരംഭം എന്നാണ് ബുഖാരി ഇമാം അതിന് ടൈറ്റിൽ കൊടുത്തത്. അപ്പോ വഹി തുടങ്ങുന്ന ആരംഭ സംഭവങ്ങൾ ഉണ്ടായി തുടങ്ങിയത് റബീഉൽ അവ്വലിലായിരുന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഒരു സവിശേഷതയുള്ള ഒരു മാസമാണെന്ന് അല്ലാഹു തആല അതിന്റെ ഉള്ളിലൂടെ സൂചിപ്പിക്കുകയാണ്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെയാണ് ഒരു ടോട്ടൽ റാൻഡംനെസ് അങ്ങനല്ല. അല്ലാഹു തആല വളരെ ഓർഡർ ചെയ്തിട്ടാണ് കാര്യങ്ങൾ കൃത്യമായും വളരെ കൃത്യതയിലാണ് അല്ലാഹു തആല ചെയ്യുന്നത്. അപ്പോൾ റബീഉൽ അവ്വലിലാണ് ഹിജ്റ നടക്കുന്നത്. പക്ഷേ വർഷം കണക്കാക്കുമ്പോ എന്ത് ചെയ്യും, മുഹറം മുതൽ കണക്കാക്കി തുടങ്ങി. സത്യത്തിൽ ഹിജ്റ നടന്നത് റബീഉൽ അവ്വലിലായിരുന്നു, മുഹറത്തിലായിരുന്നില്ല. റബീഉൽ അവ്വലിന്റെ മുമ്പ് സഫറുണ്ട്, സഫറിന്റെയും മുമ്പ് മുഹറം, അങ്ങനെയാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ വർഷങ്ങളിൽ ആദ്യം തുടങ്ങാൻ പറഞ്ഞത് മുഹറമാണ്. അതുകൊണ്ട് മുഹറം തന്നെ ആവട്ടെ എന്ന് കണക്കാക്കിയാണ്, ഹിജ്റയുടെ മുഹറം കണക്കാക്കിയാണ് പോരുന്നത്. അത് ഇനി എത്രാമത്തെ വർഷമാണ് ഇപ്പൊ മുഹറം ആവാൻ പോകുന്നത്? എത്രാമത്തെ? 1440. ഇനി പഴക്കരുത്, കൃത്യമായ റൗണ്ട് ഫിഗറാ കിട്ടിയത് 1440. നമ്മുടെ കലണ്ടറായി സ്വീകരിക്കേണ്ടത് അതാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോ 2018 എന്ന് പറയാം. ഈസാ നബി അലൈഹിസ്സലാം അന്ന് തന്നെയാണ് കൃത്യമായി ജനിച്ചത്, ജനുവരി 1 എന്ന് നമുക്ക് ആസ്പദമാക്കാൻ കഴിയുന്ന നമ്മുടെ ഒരു ആലിമീങ്ങളും നമ്മുടെ ഒരു റെക്കോർഡുകളിലും അങ്ങനെ സംഭവമില്ല. പക്ഷെ നമ്മളും അങ്ങനെ പറയാം. 2018 നമ്മൾ കണക്കാക്കി പോരുന്ന അങ്ങനെയാണ്. നമ്മൾ കണക്കാക്കേണ്ടത് എന്താണ്? ഹിജ്റ വർഷമാണ്. അത് നമ്മളെങ്കിലും എന്ത് ചെയ്യണം? അത് ഇല്ലായ്മയായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിലനിർത്തിക്കൊണ്ടുവരണം. അല്ലാഹു സഹായിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ ശഹ്റുല്ലാഹിൽ മുഹറം വഅഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീളത്തി സ്വലാത്തുൽ ലൈൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പുകൾ ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മുഹറം മാസത്തെ നോമ്പുകളാണ്. മുഹറം മാസത്തിൽ ധാരാളം മാസം മുഴുവൻ നോമ്പെടുക്കലും സുന്നത്താണ്. ഒരുപാട് നോമ്പ് വർദ്ധിപ്പിക്കാം. പിന്നെ നമ്മള് മുഹറം 9ഉം 10ഉം, 10ന്റേത് കൃത്യമായും വളരെ ശ്രേഷ്ഠമായത്, 9ഉം അതുപോലെ. മുഹറത്തിൽ 9, 10 അല്ലെങ്കിൽ 9, 10, 11 ഇങ്ങനെ 10 മാത്രമായിട്ടല്ല, 10ന്റെ മുമ്പ് 9 കൂടെ നോമ്പെടുക്കുക. അല്ലെങ്കിൽ അത് പറ്റിയില്ലെങ്കിൽ 10 കഴിഞ്ഞാൽ 11ാമത്തെ ദിവസം കൂടെ നോമ്പെടുത്തിട്ട് എന്ത് ചെയ്യണം? 10ന്റെ കൂടെ മുമ്പോ ശേഷമോ ഒന്ന് കൃത്യമായി നമ്മൾ ചേർത്തെടുക്കണം എന്നാണ്. അത് മുമ്പ് 9 എടുക്കലാണ് ഏറ്റവും നല്ലത്. 9 എടുക്കുക, എന്നിട്ട് 10 എടുക്കുക. അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ശ്രേഷ്ഠമായ നോമ്പുകൾ ഉള്ളത് ശഹ്റുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മുഹറം മാസത്തെ നോമ്പുകളാണ്. വഅഫ്ളലുസ് സ്വലാത്തി ബഅദൽ ഫരീള, ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരം സ്വലാത്തുൽ ലൈലി, രാത്രിയിലെ തഹജ്ജുദ് നിസ്കാരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ വന്ന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയുന്നു, സഅൽതുൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്ത് വന്ന് നബിയോട് ചോദിച്ചു, അല്ലാഹുവിന്റെ തിരുദൂതരെ, അയ്യുൽ ലൈലി ഖൈർ വ അയ്യുൽ അശ്ഹുരി അഫ്ളലു. നബിയെ, രാത്രിയിൽ ഏറ്റവും നല്ല സമയം ഏതാണ്? നമ്മൾ രാത്രി നിസ്കരിക്കണം, രാത്രി ഖുർആൻ ഓതണം, രാത്രി കുറച്ച് വിർദ് ചൊല്ലണം, ദിക്ർ ചൊല്ലണമൊക്കെ ഉണ്ടാവുമ്പോൾ ഏത് സമയത്താ ചെയ്യേണ്ടത്? ഏതാ ഏറ്റവും നല്ല സമയം? നമുക്കൊക്കെ വരുന്നൊരു സംശയമാണത്. അബൂദറുൽ ഗിഫാരി തങ്ങൾ ചോദിച്ചു, നബിയെ അയ്യുൽ ലൈലി ഖൈർ, രാത്രിയിലെ ഏത് സമയമാണ് ഏറ്റവും നല്ലത്? ഖാല ഖൈറുൽ ലൈലി ജൗഫുഹു, രാത്രിയിലെ ഏറ്റവും നല്ല സമയം അതിന്റെ ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന സ്ഥലമാണ് എന്ന് പറഞ്ഞ രാത്രിയുടെ മധ്യഭാഗം. 8 മണിക്കൂർ രാത്രി ഉണ്ടെങ്കിൽ 9 മണിക്കൂർ രാത്രി. ഇപ്പൊ എത്ര മണിക്കൂറുണ്ട്? ഇപ്പോ എത്ര മണിക്കൂറുണ്ട്? ഇപ്പൊ നമ്മളെ 10 മണിക്കൂറുണ്ടോ? 11 മണിക്കൂറുണ്ടോ രാത്രി? ഉസ്മാന പറയണ എത്രയൊക്കെ ഉണ്ടാവും? 6 മണിക്ക് കലാവും. സുബഹി ബാങ്ക്, മഗ്രിബ് മുതൽ സുബഹി ബാങ്ക് വരെ എത്ര സമയമുണ്ട്? 10 മണിക്കൂർ. ഇൻഷാ അല്ലാഹ്.
അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 5 മണിക്കൂർ 6 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ അതിന്റെ മധ്യമാണ്, അത് ഖൈറായ സമയമാണ്. ഖൈറുൽ ലൈലി ജൗഫുഹു, രാത്രിയുടെ ഏറ്റവും ഉള്ളിൽ കിടക്കുന്ന അതിന്റെ മധ്യഭാഗത്തിനാണ് ഈ ജൗഫ് എന്ന് പ്രയോഗം. എന്നാൽ സുബഹിയോടടുത്ത് വരുന്ന സമയം ദുആക്ക് ഉത്തരമുള്ള വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ, സഹറിന്റെ നേരത്തിന് വേറെ പ്രത്യേകത ഉണ്ട്. അത് രാത്രിയുടെ ഉള്ളിന്റെ ഉള്ള, കാരണം രാത്രി അതിന്റെ പകുതി മുതൽ പിന്നെ ഉള്ളിലോട്ട് ആഴത്തിൽ പോവാണ്, പിന്നെ തിരിച്ചു വരില്ലല്ലോ, ഉള്ളിലേക്ക് പോവാണ്, പിന്നെ ഉറക്കം ഗാഠമായി പോവാണ്. ആ ഉള്ളിലേക്ക് ചെല്ലുന്ന സമയം ആ സുബഹിയുടെ തൊട്ട് മുമ്പുള്ള സമയങ്ങളിലേക്ക് എത്തും. രാത്രിയുടെ മധ്യം മുതൽ സുബ്ഹി വരെയുള്ള സമയം രാത്രിയിലെ ഏറ്റവും നല്ല സമയമാണ്. വഅഫ്ളലുൽ അശ്ഹുരി, മാസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ശഹ്റുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം. റമദാൻ കഴിഞ്ഞിട്ടോ, റമദാൻ കഴിഞ്ഞാൽ പിന്നെയാണിത്. ഇപ്പൊ നോമ്പിനെ സംബന്ധിച്ചും നിസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. തഹജ്ജുദ് നിസ്കാരം റവാത്തിബ് സുന്നത്തിനേക്കാൾ ശ്രേഷ്ഠമാണെന്ന് പറയാൻ കഴിയില്ല. ളുഹറിന്റെ മുമ്പ് ശേഷം, ഇശാഇന്റെ മുമ്പ് ശേഷമുള്ള സുന്നത്ത്, അതായത് സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത്, ഇങ്ങനെ ഫർള് നിസ്കാരങ്ങളുടെ പിറകിലോ ശേഷമോ ആയുള്ള സുന്നത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സുന്നത്താണ്. മുത്തലഖ് സുന്നത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നേരം കാലമില്ലാതെ നിസ്കരിക്കാൻ പറ്റുന്ന സുന്നത്തുകൾ മക്റൂഹായ സമയങ്ങളുണ്ട്. അല്ലാതെ നമ്മൾ പറയുമ്പോൾ ളുഹറിന്റെയും അസറിന്റെയും ഇടയിൽ അങ്ങ് ഒരുപാട് അങ്ങ് നിസ്കരിച്ചു, അല്ലെങ്കിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ അങ്ങ് നിസ്കരിച്ചു. ആ മുത്തലഖായ നിസ്കാരങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് രാത്രിയിലെ നിസ്കാരമാണ്. അപ്പൊ റമദാൻ കഴിഞ്ഞാൽ പിന്നെ മുഹറമാണ് എന്നും പറയാൻ പറ്റൂല എന്നാണ്. ആശൂറ എന്ന് പ്രത്യേകതയുണ്ട്. പക്ഷെ മുഹറം മാസത്തിൽ മൊത്തമുള്ള നോമ്പ്, അറഫയുടെ നോമ്പ് ആശൂറയിനേക്കാൾ ശ്രേഷ്ഠതയുള്ള നോമ്പാണ്. അറഫയുടെ നോമ്പ് തുകഫിറു സനത്തൽ മാദിയ വസ്സനത്തൽ മുഖബില, വരാനുള്ള ഒരു വർഷവും കഴിഞ്ഞ ഒരു വർഷവും പൊറുപ്പിക്കുന്ന നോമ്പാണ് അറഫയുടെ നോമ്പ്, അല്ലേ? അയ്യാമുൽ ബീദിന്റെ നോമ്പ്, ഒരു മാസത്തിലെ 13, 14, 15 ദിവസങ്ങളിലെ നോമ്പ്, മറ്റ് സവിശേഷമായ നോമ്പുകൾ, അതൊക്കെ മാറ്റിവെച്ചാൽ പിന്നെ ഉള്ള മുത്തലക്ക് നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠം മുഹറം മാസത്തിലെ നോക്കുന്ന നോമ്പാണ്. പക്ഷെ ആ മുത്തലക്കിനേക്കാളും ശ്രേഷ്ഠത വരും മുഹറത്തിലെ തന്നെ ആശുറയുടെ നോമ്പ്, അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പാണ്. അതിനെ സംബന്ധിച്ച് വേറെ ഹദീസുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അല്ലാഹു അത് നോക്കാനൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിന്റെ മാസം എന്നാ പറഞ്ഞത്. ശഹ്റുല്ലാഹില്ലദീ തദ്ഊനഹുൽ മുഹറം, മുഹറം എന്ന് നിങ്ങൾ വിളിക്കുന്ന അള്ളാന്റെ മാസമായ മുഹറം ഏറ്റവും ശ്രേഷ്ഠമായ മാസമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ മാസം എന്ന് പറയാൻ കാരണം അലാ ശറഫിഹി വഫദ്ലിഹി, തദുല്ലു അലാ ശറഫിഹി വഫദ്ലിഹി. ഹാഫിദ് ഇബ്നു റജബ് തങ്ങൾ പറയാം, അതിന് അള്ളാഹു നൽകിയ ശ്രേഷ്ഠതയാണ് ഇതിന്റെ കാരണം. അള്ളാഹുവിന്റെ അള്ളാന്റെ ഒട്ടകം എന്ന് പറഞ്ഞില്ലേ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ കുറിച്ച്, ശ്രേഷ്ഠത കൊണ്ടാണ്. അള്ളാന്റെ വീടാണ് കഅബ, ബൈത്തുല്ലാഹ് അൻ തുഹിറ ബൈതിയ ലിത്വായിഫീന വറാകിഇ വറുക്ഇ സുജൂദ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഭവനം എന്ന് കഅബയെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗം ബൈതിയ, അള്ളാന്റെ വീട്. അതിന്റെ ശ്രേഷ്ഠത കൊണ്ട് തന്നെ അത്രയും ശ്രേഷ്ഠമായ മാസമാണ് ശഹ്റുല്ലാഹിൽ മുഹറം. റമദാൻ കഴിഞ്ഞാൽ സവിശേഷതയുള്ള മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മാസം നമ്മുടെ വർഷത്തിലെ ആദ്യത്തെ മാസം മുഹറമാണ്. വർഷം അവസാനിക്കുന്നതും ഒരു സവിശേഷമായ മാസമാണ്, അല്ലെ? നമ്മുടെ അറബ് വർഷം അവസാനിക്കുന്ന മാസം ഏതാണ്? നമ്മളിപ്പോ നിൽക്കുന്ന ദുൽഹിജ്ജ, അത് മുഹറമായ മാസമാണ്. യുദ്ധം ഹറാമായ മാസം, സവിശേഷമായ മാസം, വളരെ പവിത്രമായ 4 മാസങ്ങളിൽ ഒന്നുകൊണ്ടാണ് ഈ വർഷം ആരംഭിക്കുന്നത്. അങ്ങനത്തെ ഒരു വർഷം കൊണ്ടാണ് ഈ വർഷം അവസാനിക്കാൻ പോകുന്നത്. അല്ലാഹുവേ, അപ്പൊ രണ്ടിന്റെ ഇടയിലുള്ള സമയം എത്ര പ്രത്യേകതയുള്ളതാണ്. അല്ലാഹു നമ്മുടെ ജീവിതകാലമൊക്കെ അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആലോചിച്ചാൽ ഒരു കഥയില്ലല്ലേ, ഇങ്ങനെ വെച്ചു പോകുന്ന സംബന്ധിച്ചൊക്കെ ആലോചിച്ചാൽ ദുനിയാവിൽ ഒന്നും വേണ്ട, ഒരു കാര്യം വേണ്ട. അപ്പൊ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരൊക്കെ മലയിലൊക്കെ കയറിപ്പോയി, അല്ലെങ്കിൽ ഒന്നുമില്ലാതെ ദുനിയാവിൽ ഒരു സമ്പാദ്യമില്ലാതെ അങ്ങ് ജീവിച്ചു, ഇബാദത്തിലായിട്ട് കഴിഞ്ഞുകൂടി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആൾക്ക് പറ്റുമോ? പക്ഷെ നമുക്ക് അങ്ങനെ ഘട്ടം വന്നാൽ നമ്മളും ചിന്തിക്കും, റബ്ബേ എന്തിനിപ്പോ ഇതൊക്കെ കെട്ടിച്ചു പോവല്ലേ, ഇല്ലേ?
സുബ്ഹാനല്ലാഹ്. നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഭീരുത്വം ഉണ്ടാവുന്നതാണ്. അൽ ഔലാദു മജ്ബനത്തുൻ മബ്ഖലത്തുൻ എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കളുണ്ടാവുക എന്ന് പറഞ്ഞത് ഖൈറാണ്, കൂലിയാണ്. പക്ഷെ അതിന്റെ കൂടെ എന്തുണ്ടെന്നറിയോ? മജ്ബനത്തുൻ മബ്ഖലത്തുൻ. മക്കളുണ്ടാവുന്നതിന്റെ കൂടെ ഒരു ഭീരുത്വം വരും. ചോനിന്റെ കുട്ടികളുണ്ടാവും ഞാൻ അങ്ങനെ പോയാൽ. കുട്ടികൾ ആലോചിക്കുമ്പോൾ ധൈര്യക്കുറവ് വരുന്ന. മബ്ഖലത്തുൻ, പിശുക്കും വരും. അപ്പേ ഞാനിപ്പോ ഈ ദുരിതാശ്വാസത്തിന് കൊടുത്ത് എന്റെ കുട്ടിക്കാരെ കൊടുക്കാണ്ടാവുക, അപ്പൊ എന്റെ കുട്ടിക്ക് ഞാൻ കൊടുക്കുക. അപ്പൊ കുട്ടികൾ ഉണ്ടാവുന്നത് ഒരു തരത്തിൽ മനുഷ്യനെ പിശുക്കനാക്കുന്ന. അങ്ങനെ എത്ര ആൾക്കാരുണ്ട്? വെറും സ്വന്തം പെണ്ണും കുട്ടികളും മക്കളും, വേറെ ഒരു ലോകം അറിയാത്ത ആൾക്കാരില്ലേ? എത്രയോ ആളുകളുണ്ട്. തന്റെ ഭാര്യ, തന്റെ വീട്, തന്റെ കുട്ടികൾ, തന്റെ കാറ്, തന്റെ ജോലി, ഇതിന്റെ അപ്പുറം ഒരു ദുന്യാവിലെ ഒരു വാർത്ത അവരെ ചെവിയിൽ കേട്ടിട്ടുണ്ടാവില്ല. ഒരു തരം മബ്ഖലത്തുൻ മജ്ബനത്തുൻ, മനുഷ്യനെ ഭീരുവാക്കും മക്കളുണ്ടാവുമ്പോ. നമ്മൾ പറയാം ഖിലാഫത്ത് യുദ്ധമൊക്കെ, ഖിലാഫത്ത് ലഹളൊക്കെ ഉണ്ടായ കാലത്ത് മുസ്ലിമീങ്ങളൊക്കെ ഇറങ്ങി എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ ഇഞ്ഞൊരു ലഹള ഉണ്ടായ ഇറങ്ങുമെന്ന് വെച്ചാൽ ആരും എന്റെ പടച്ചോനെ, എന്റെ വീട്, എന്റെ കുടുംബം, എന്റെ കാർ, എന്റെ ബൈക്ക് എന്താവും, ബുള്ളറ്റ്, എൻഫീൽഡൊക്കെയാണ് വാങ്ങി വെച്ചത്. അതൊക്കെ ഒന്ന് ഓട്ടിയിട്ട് പൂതി തീർന്നിട്ടില്ല. അന്ന് അതൊന്നുമില്ലല്ലോ. അന്ന് ഇറങ്ങി ഓടെ ഉടുത്ത മുണ്ടല്ലേ ഉള്ളൂ, നഷ്ടപ്പെടാനൊന്നുമില്ലല്ലോ. ഇന്ന് അങ്ങനെയാണോ? നമ്മളെ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന പൊതുജനങ്ങളിലെ ഈ മിഡിൽ ക്ലാസിന്റെ കയ്യിൽ പൈസ വന്നതാണ് നമ്മളൊക്കെ ഈമാനികമായും ധൈര്യത്തിലും പിറകോട്ട് കൊണ്ടുപോയത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കയ്യിലൊന്നുമില്ലാത്തവർക്ക് എന്താ പേടിക്കാൻ? അങ്ങനെ ഇറങ്ങല്ലേ? അല്ലെങ്കിൽ സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു നമുക്കൊക്കെ. നമ്മളൊക്കെ സ്വാതന്ത്ര്യത്തിന് ഇതേപോലെ ഇറങ്ങുമോ? അന്നൊക്കെ ലഹളക്ക് ഇറങ്ങിയ പോലെ ഇറങ്ങൂല. അതിന്റെ അവസ്ഥ സമ്പത്തുണ്ടാവുമ്പോൾ ഭീരുത്വം വരുന്ന, അത് നഷ്ടപ്പെടുമല്ലോ, അത് പേടി വരുന്നു. അതില്ലാത്തവർക്ക് എന്ത് പേടി? അൽ ഔലാദു മജ്ബനത്തുൻ മബ്ഖല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് കടന്നു വരികയാണ്, ഹിജ്റ ചെയ്ത് കടന്നു വരികയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തേക്ക് വന്നപ്പോ മദീനക്കാരെ നോമ്പ് നോൽക്കുന്നുണ്ട്. ഇതിന് അത്ഭുതം എന്താ വെച്ചാല്, ആശുറയുടെ നോമ്പ് ജാഹിലിയ കാലം മുതൽ അറബികൾ നോൽക്കുന്നുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹദീസിൽ അത് പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ മഹദി പറയുന്നു, ജാഹിലിയ കാലത്ത് നബി തങ്ങളുടെ വരവിന് മുമ്പ് തന്നെ ജാഹിലിയക്കാർ ആശുറയുടെ നോമ്പ് നോൽക്കുമായിരുന്നു. അത് എന്തിനാ നോറ്റിരുന്നത് അറിയില്ല. ഇസ്മായിൽ നബി അലൈഹിസ്സലാമോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമോ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത എന്തെങ്കിലും ഒരു പ്രത്യേകത കൊണ്ടായിരിക്കണം. മൂസാ നബിന്റെ ചരിത്രം അവർക്കറിയില്ല, മക്കക്കാർക്ക് അറിയുമായിരുന്നില്ല. അവര് ഇസ്മായിൽ നബിയിൽ നിന്നാണ് ദീൻ പഠിക്കുന്നത്, അവരുടെ ഉപ്പ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിന്ന്. അന്നു മുതലേ ആശൂറയുടെ നോമ്പ് അവർ നോക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മക്കയിലെ 13 കൊല്ലം തങ്ങൾ ആശൂറ നോറ്റിട്ടുണ്ട്. മദീനയിൽ വന്ന് രണ്ടാമത്തെ വർഷം വരെ നബി തങ്ങൾ നിർബന്ധിപ്പിച്ചു നോക്കുമായിരുന്നു ആശൂറയുടെ നോമ്പ്. ആശൂറയുടെ നോമ്പ് നോക്കാൻ വേണ്ടി പറയും. മദീനയിലേക്ക് നബി തങ്ങൾ കടന്നു വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ ഒരു ഹദീസ് തന്നെ ഉണ്ട്, തങ്ങൾ മദീനയിൽ മുഴുവനും ആളുകളോട് വിളിച്ചറിയിക്കാൻ വേണ്ടി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനക്കാരായ മുഴുവൻ ആളുകളോടും പറഞ്ഞു, ഇന്ന് നേരം വെളുക്കുമ്പോൾ നോമ്പ് നോറ്റ ആളുകൾ ആ നോമ്പ് പിടിച്ചു നിൽക്കട്ടെ. നോമ്പ് നിൽക്കാത്ത ആളുകൾ, ഭക്ഷണം കഴിച്ചവരുണ്ടോ, മഗ്രിബ് വരെ ഒന്നും ഇനി കഴിക്കരുത്, ഇത് ആശൂറയുടെ ദിവസമാണ് എന്ന് നബി തങ്ങൾ മദീനത്തേക്ക് കയറിയപ്പോൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ആശൂറയുടെ നോമ്പ് ഇസ്ലാമിൽ വാജിബായിരുന്നു, പക്ഷെ റമളാൻ വന്നപ്പോ അത് സുന്നത്തായി മാറുകയാണ് ഉണ്ടായത്. റമളാൻ നിർബന്ധമാക്കപ്പെടുന്നത് ഹിജ്റയുടെ 2-ാം കൊല്ലമാണ്. 1-ാമത്തെ കൊല്ലം നിസ്കാരം, 2-ാമത്തെ കൊല്ലം നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നു. റമളാൻ നിർബന്ധമായപ്പോ ആശൂറയുടെ നോമ്പ് നിർബന്ധമല്ലാതെയായി മാറുകയാണ് ഉണ്ടായത് എന്ന് അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് റഹ്മത്തുള്ളാഹി അലൈഹി. റസൂലുള്ളാഹി തങ്ങൾ അങ്ങനെ മദീനയുടെ ചുറ്റുഭാഗത്തുള്ള മുഴുവൻ ആളുകൾക്കും ഹദീസ് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ഫി സ്വഹീഹൈൻ. അനിർ റബീഇ റുബയ്യ ബിൻത് മുഅവ്വദ് ഇബ്നു അഫ്റാഇന്റെ മകൾ റുബയ്യ എന്നവർ ഒരു മഹദിയാണ്. ഖാലത്ത് അർസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഗദാത ആശൂറ. ആശൂറയുടെ രാവിലെ നബി തങ്ങൾ അയക്കുകയുണ്ടായി ഇലാ ഖുറൽ അൻസ്വാരി ലതി ഹൗലൽ മദീന. മദീനയുടെ ചുറ്റും താമസിക്കുന്ന അൻസ്വാരികളുടെ കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിലേക്ക് ആളുകളെ അയച്ചു നബി തങ്ങൾ പറയിപ്പിച്ചു, മൻ കാന അസ്ബഹ സായിമൻ ഫൽയുതിമ്മ സൗമഹ. ഇന്ന് നോമ്പ് നോറ്റവർ ആ നോമ്പ് പൂർത്തിയാക്കണം. വമൻ കാന അസ്ബഹ മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയത യൗമിഹി. രാവിലെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ആളുകളാണെങ്കിൽ ഇനി മഗ്രിബ് വരെ ഒന്നും തിന്നേക്കരുത്, ആ ദിവസത്തിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്. ഇപ്പൊ റമളാനിൽ എങ്ങനെയാണ്, ഒരാൾക്ക് നോമ്പ് മുറിക്കേണ്ടി വന്നു,
എല്ലാവരും മുമ്പ് ചായ കുടിക്കുക, പിന്നെ നോമ്പ് നോറ്റ പോലെ ജീവിക്കണം എന്നാണ്. നോമ്പ് നോറ്റ ആളെ പോലെ തന്നെ ആയിരിക്കണം. അപ്പൊ നമുക്ക് നാട്ടിലേക്കൊക്കെ പെരുന്നാൾ ഇവിടെ കഴിച്ചിട്ട് നാട്ടിലേക്ക് പോകുമ്പോൾ നാട്ടിലിപ്പോ നോമ്പായിരിക്കും. ഞാൻ ഇവിടെ ദുബൈന്ന് അല്ലെങ്കിൽ UAE അബുദാബിന്ന് പെരുന്നാൾ കഴിച്ചു വരിക, ചോറ് കൊണ്ട് എടുത്തോളിയെന്ന് അവിടുത്തെ നാട്ടുകാരോട് പറയാൻ പാടില്ല. മിണ്ടാണ്ട് അവരെ പോലെ നോമ്പുകാരനായിട്ട് നിലനിൽക്കണം എന്നാ. നോമ്പ് അയാൾക്കില്ല എന്നറിയാം, പക്ഷേ മുഫ്തിറായിട്ട് നിൽക്കാൻ പാടില്ല. നോമ്പ് മുറിച്ചാളെ പോലെ അവിടെ നിൽക്കരുത്, സ്വാഇമിനെ പോലെ നിൽക്കണം എന്നാണ്. അയാൾക്ക് നോമ്പില്ലെങ്കിലും നോമ്പ് റമദാന്റെ പവിത്രത. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ അവർക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത സമയമാണ്, അവർ കൂളായിട്ട് ചോദിക്കാൻ പറ്റൂല. നോമ്പുകാരെ പോലെ തന്നെ നിൽക്കണം എന്നാണ്. നോമ്പ് അവർക്കില്ല. അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളം ഭക്ഷണമൊക്കെ കഴിക്കുന്നതിന് വിരോധം ഉണ്ടായിട്ടല്ല, പക്ഷെ എന്ത് ചെയ്യരുത്, ആ ഹുർമത്ത് കളഞ്ഞു കുളിക്കരുത്. ഇപ്പൊ കുട്ടികളെ കാണാൻ എന്താ നിങ്ങൾക്ക് നോമ്പില്ലേ എന്ന് ചോദിക്കുന്ന അവസ്ഥ വരരുത്. ഒക്കെ ഒളിപ്പിച്ചിട്ടൊക്കെ പറ്റുള്ളൂ. അനുവദിക്കപ്പെട്ടതാണെങ്കിൽ തന്നെയും പ്രത്യക്ഷത്തിൽ നോമ്പുകാരായിട്ട് നിൽക്കണം. നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വമൻ കാന അസ്ബഹ മുഫ്തിറൻ ഫൽയുതിമ്മ ബഖിയത യൗമിഹി. അത്രയും നബി തങ്ങൾ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് അശൂറയുടെ മുഹറം 10ന്റെ നോമ്പ്. ഫകുന്നാ ബഅദ ദാലിക നസൂമുഹു. അതുകൊണ്ട് ഞങ്ങളത് നോൽക്കുമായിരുന്നു. വനസൗവിമു സുബിയാനന സിഗാർ. ഞങ്ങളുടെ കൊച്ചുമക്കളെയും നോമ്പ് എടുപ്പിക്കുമായിരുന്നു എന്ന് സ്വഹാബികൾ പറയാം. അവർക്ക് ചെറിയ കളിക്കോപ്പൊക്കെ കൊടുക്കും. അങ്ങനെ ഈ കൊച്ചു കുട്ടികൾ കരയാൻ തുടങ്ങിയാൽ നോമ്പ് തുറക്കണവരെ അവർക്ക് ഉന്നം കോട്ടൺ കൊണ്ടുണ്ടാക്കിയ ചില ടോയ്സ് ഒക്കെ കൊടുത്തിട്ട് കുട്ടികളെ കളിപ്പിച്ചിരുത്തും. നോമ്പ് തുറക്കണവരെ അവർക്ക് ഭക്ഷണം കൊടുക്കൂല. അങ്ങനെ ഞങ്ങൾ എടുത്തിരുന്ന നോമ്പാണ് മുഹറം 10ന്റെ നോമ്പ് എന്ന് മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിക്കുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നോമ്പെടുക്കാറുണ്ട്. മദീനത്തേക്ക് വന്നപ്പോ അവിടുത്തെ ജൂതന്മാര് നോമ്പെടുക്കുന്നു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത്? മദീനക്കാരോട് ചോദിച്ചു, എന്താ മാ ഹാദൽ യൗമുല്ലദീ തസൂമൂന, എന്താ നിങ്ങൾ നോമ്പെടുക്കുന്നത് എന്ന് ജൂതന്മാരോട് ചോദിച്ചു. അപ്പൊ മക്കയിൽ ജൂതന്മാരുണ്ട്, മദീനയിൽ ജൂതന്മാരുണ്ട്, മദീനയിൽ ക്രിസ്ത്യാനികളുണ്ട്. മക്കത്തില്ല, മക്കത്തെ വളരെ എണ്ണാവുന്നവരുണ്ട്. മദീനത്താണ് അവരൊക്കെ വന്ന് തമ്പടിച്ചത്. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം ജൂതന്മാരും ക്രിസ്ത്യാനികളും അവരുടെ മതത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ഫലസ്തീനിലാണ്. ജൂതന്മാരുടെ നേതാവെന്ന് അവര് പറയുന്ന നമ്മുടെ നബിയുല്ലാഹി കലീമുല്ലാഹി മൂസ അലൈഹി സ്വലാത്തു വസ്സലാം, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കിടക്കുന്നത് എവിടെയാണ്? ഫലസ്തീനിലാണ്. മസ്ജിദുൽ അഖ്സ നിങ്ങൾ പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും. മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബർ വലതു ഭാഗത്ത്, ചാവുകടലിലേക്ക് പോകുന്ന റൂട്ടിലാണ്, വലതു ഭാഗത്ത് അൽ കസീബിൽ അഹ്മർ. ആ പള്ളിയൊക്കെ ഉഷാറാക്കിയിട്ടുണ്ടോ ഹാരിസ്? ഇപ്പൊ നല്ല അവിടുത്തെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ആദ്യം പോയ സമയത്ത് വളരെ മോശപ്പെട്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ജൂലൈയിൽ ഞങ്ങൾ പോയിരുന്നു. അൽഹംദുലില്ലാഹ് അവിടെ റാഹത്ത് നിസ്കരിക്കാനൊക്കെ സിയാറത്ത് ചെയ്യാനൊക്കെ നല്ല സൗകര്യം റാഹത്തൊക്കെ ഉണ്ട്. ഇപ്പോ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ മഖാം അവിടെ ഉണ്ട്. അവിടെ ജൂതന്മാരും വരും, ക്രിസ്ത്യാനികളും വരും, നമ്മളും ചെല്ലുന്നുണ്ട്. മൂസാ നബി അലൈഹി എല്ലാവർക്കും വേണ്ട നബി. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ അങ്ങനെയാണ്. ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഖബറുള്ളത് മസ്ജിദുൽ അഖ്സ പള്ളിയുടെ തൊട്ടടുത്താണ്. അവിടെ ബസ് നിർത്തിയിട്ട് ഉള്ളിലൂടെ നടന്നു പോകണം. മാഇദ ഇറങ്ങിയ സ്ഥലമുണ്ട്, അവിടെ ഞങ്ങൾ കണ്ടു അല്ലെ. അൻസിൽ അലൈനാ മാഇദത്തൻ മിനസ് സമാ, ആകാശത്ത് നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ ഭക്ഷണത്തളിക ഇറക്കിത്തരണേ എന്ന് ക്രിസ്ത്യാനികൾ അന്ന് ഈസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു. സൂറത്തുൽ മാഇദല്ലേ ഖുർആനിൽ? അൽ മാഇദ എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണത്തളിക എന്നാണ്. സുപ്ര എന്നതിനർത്ഥം. ഭക്ഷണം നിറച്ചു വെച്ച സുപ്ര ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഇറക്കിത്തരണമെന്ന്. സുബ്ഹാനല്ലാഹ്. നമുക്ക് ഫ്ലൈറ്റിലൊക്കെ പോലെ ബിസിനസ് ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ വിരിപ്പൊക്കെ വിരിച്ചെന്നിട്ട് ഭക്ഷണമൊക്കെ വെച്ചല്ലേ, സുപ്ര വിരിച്ചിട്ടൊക്കെ. സുപ്ര വിരിക്കാതെ ഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ ആകാശത്ത് വെച്ച്. സുബ്ഹാനല്ലാഹ്. അവര് പറഞ്ഞു ഞങ്ങൾക്ക് ആകാശത്ത് നിന്ന് ഭക്ഷണം വേണം, മാൻമെയ്ഡ് അല്ല, അള്ളാഹുവിന്റെ അത്ഭുതകരമായ സംഭവമായിട്ട് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു. ഈസാ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. അള്ളാഹു ഇറക്കി കൊടുത്തൊരു സ്ഥലമുണ്ട്. അത് ഫസ്റ്റ് ഫ്ലോറിലാണ്. മേലോട്ട് കയറി ചെന്നാൽ അവിടെയാണ് ഒരു തിണ്ണയാണ്. അവിടെ ജൂതന്മാരുടെയും നമ്മുടെ ഒരു മെഹ്റാബുണ്ട്, ക്രിസ്ത്യാനികളുടെ സ്വലീബുണ്ട്, കുരിശുണ്ട്. അവിടെ 3 മതവിഭാഗങ്ങൾക്കും ഒരുപോലെ അവകാശപ്പെട്ട സ്ഥലമാണ് അതിനർത്ഥം. അവിടെ ആരും പ്രത്യേകം അവിടെ നിസ്കാരം നടക്കൂല. എല്ലാവർക്കും ഒരുപോലെ മിണ്ടാതെന്ന് ആരാധിച്ചു പോകാം. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി പോയാൽ ദാവൂദ് നബി അലൈഹിസ്സലാം ഉണ്ട് അവിടെ. ഖബർ ദാവൂദ് അലൈഹിസ്സലാം, ദാവൂദ് നബിയുടെ ഖബറുള്ളത് അവിടെയാണ്. ഇന്ന് ചെന്ന് നോക്കുമ്പോൾ അവിടെ ജൂതന്മാർ മുഴുവൻ കിതാബ് എടുത്തിട്ട് ഇങ്ങനെ അവരിങ്ങനെ ആടിയിട്ടാണ് ഓതുക. ജൂതന്മാര് നമ്മളൊക്കെ ദർസിലെ കുട്ടികളൊക്കെ കിതാബ് ഓതുന്ന പോലെ അങ്ങനെ പ്രത്യേകമായ ഒരു ആട്ടത്തിൽ ഇങ്ങനെ ഓതുക. അവരുടെ തൗറാത്ത് വായിക്കൽ അങ്ങനെയാണ്. വലിയ ഷൂട്ടും കോട്ടൊക്കെ ഇട്ട് വന്നൊരു ചെറിയ കുട്ടികളൊക്കെ തൊപ്പി വെച്ചിട്ട് ഇങ്ങനെ ശരിക്കും ഇങ്ങനെ ആടിയിട്ട് ഇങ്ങനെ ഉറക്കെ എന്തൊക്കെയോ ചൊല്ലി പറയുന്നത് അവരെ ഹിബ്രു ഭാഷയിൽ.
ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, നിങ്ങൾ ഉറക്ക ഫാത്തിഹ കൊണ്ട് വേർന്നുകൂടി എന്ന് പറഞ്ഞു. ഇത് നമ്മളെ നബിയല്ലേ. പക്ഷെ അവർക്ക് പ്രശ്നം ഉണ്ടായില്ല കേട്ടോ. ഞങ്ങൾ ഉറക്കമായിരുന്നു അവിടെ. ഉറക്ക ഖുർആനൊക്കെ കൂതിയിട്ട് തന്നെ ബുദ്ധിമുട്ടാക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മളെ കൂടെയുള്ള ഒരു 19 ആളുണ്ടായിരുന്നു. എല്ലാവരും കേൾക്കാത്തക്ക രീതിയിൽ തന്നെ ഞങ്ങൾ ഉറക്ക ആമ്യം പറഞ്ഞു. ഓല അവരുടേതായ ആമ്യം അവിടെ എടുക്കുന്നു. ദാവൂദ് നബി അലൈഹി സ്വലാമിനെ അവരും സിയാറത്ത് ചെയ്യുന്നുണ്ട് ഓൺ എ ഡെയിലി ബേസിസ്. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ മഖാമൊക്കെ വലിയ അത്ഭുത, അത് ജൂതന്മാരുടെ കൺട്രോളിലുള്ള സ്ഥലമാണ്. അവർക്കാണ് അതിന്റെ അധികാരം. നമുക്കും സിയാറത്ത് ചെയ്യാം. സുബ്ഹാനല്ലാഹ്. ഞാൻ പറയുന്നത് ജൂതന്മാരുമായി ബന്ധപ്പെട്ട അവരുടെ ഇപ്പൊ തൗറാത്തിന്റെ ഭാഗമാണ് ജൂതന്മാർ തൗറാത്ത കൊണ്ടുനടക്കുന്നത്. തൗറാത്തിന്റെ ഭാഗമാണ് ദാവൂദ് നബിക്ക് ഇറക്കപ്പെട്ട സബൂർ, സാംസ് ഓഫ് ഡേവിഡ് എന്ന് പറയുന്ന ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ സബൂർ ജൂതന്മാരെ കൊണ്ടുനടക്കുന്നത്. അവരുടെ കിതാബിന്റെ ഭാഗമാണത്. അവരുടെ കിതാബിന്റെ ഭാഗമാണ് ഇപ്പൊ ക്രിസ്ത്യാനികൾ കൊണ്ട് നടക്കുന്ന ഇഞ്ചീൽ. ഇഞ്ചീലിൽ തന്നെ തൗറാത്തുണ്ട് സബൂറും ഉണ്ട്. ഈ 3 കിതാബ് കൂടിയത് ഇന്നത്തെ ബൈബിള്. അപ്പൊ അവരുടെ നബിമാർ നമ്മുടേതും സംശയമില്ല. പക്ഷെ അവർ അവകാശപ്പെടുന്ന നബിമാർ ഈസാ നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ദാവൂദ് നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന് ഉയർത്തപ്പെട്ട സ്ഥലം ഫലസ്തീനിലാണ്. ഇന്നും കാണാൻ പറ്റും. അവിടെ ഒരു വലിയൊരു മുനാരം കണക്കെ ഒരു ടവറുണ്ട്. അതിന്റെ ഉള്ളിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈസാ നബി അലൈഹിസ്സലാമിന് ആകാശത്തേക്ക് കൊണ്ടുപോയ സ്ഥലം അതാണ്. ജബൽ സൈത്തൂനിന്റെ മുകളിൽ, സൈത്തൂൻ ഒലീവ് മലയുണ്ട്, അതിന്റെ മുകളിലാണത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് കാണാൻ പറ്റും ഈസാ നബി എവിടെയാണ്, മൂസാ നബി എവിടെയാണ്, ദാവൂദ് നബി എവിടെയാണ്. ഇങ്ങനത്തെ ആളുകൾ അതൊക്കെ ഉപേക്ഷിച്ച് പിന്നെ എന്തിനാ മദീനത്തേക്ക് വന്നത്? എന്തിന് മദീനത്തേക്ക് വരുന്ന? എത്ര ദൂരെ യാത്ര ചെയ്യണം? എത്ര രസകരമായ എത്രയും നല്ല ക്ലൈമറ്റാണ്. ഇപ്പോ നമ്മൾ ജോർഡാനിലേക്ക് കടന്നാൽ തന്നെ ഏറ്റവും നല്ല ക്ലൈമറ്റ്. ഈ ചൂടിൽ നമ്മളിവിടെയൊക്കെ 40-50 ചൂടുള്ള സമയത്ത് ഞങ്ങൾ ജോർഡാനിലെത്തിയപ്പോ അവിടെ 25, 23, 22 നല്ല തണുപ്പ്. എന്ത് രസമുള്ള കാലാവസ്ഥ എന്നറിയാം. ഒരു ഹ്യൂമിഡിറ്റി ഇല്ല, ചൂടില്ല, വളരെ റാഹത്തുള്ള സ്ഥലമാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ഫലസ്തീനിലേക്ക് കടക്കുമ്പോൾ ഇസ്രായേൽ ബോർഡറിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അരീഹ എന്ന് പറയുന്ന സ്ഥലമുണ്ട്, ജെറിക്കോ. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള നഗരം അതാണ് ജെറിക്കോ നഗരം. ലോകത്തെ ഏറ്റവും പഴക്കമുള്ളത്. BC 5000 നിലനിന്ന നഗരമാണ്. അതിന്റെ അവശിഷ്ടങ്ങളുണ്ട്. അവിടെ ഭയങ്കര ചൂടാണ്. അത് ചാവുകടലിനോട് ചേർന്ന സ്ഥലമാണ്. അത് കഴിഞ്ഞ പിന്നെ ഫലസ്തീൻ പൊങ്ങുകയാണ്. ഫലസ്തീനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തണുപ്പാണ്. ഈ ചൂടിൽ അവിടെ തണുപ്പാണ്. നല്ല കാലാവസ്ഥയാണ്. അതുകൊണ്ടാണ് ഒരുപാട് രാജാക്കന്മാർ ഫലസ്തീൻ പിടിച്ചടക്കാൻ വേണ്ടി ഒരുപാട് രാജാക്കന്മാർ കാലാകാലങ്ങളിൽ യുദ്ധം നടന്നിട്ടുണ്ട്. അലക്സാണ്ടർ ചക്രവർത്തി മുതൽ ചെങ്കിസ് ഖാൻ മുതൽ അവിടെ ചെല്ലാത്ത ഭരണാധികാരികളില്ല. അത്രയും നല്ല ഭൂപ്രകൃതി ഉള്ള സ്ഥലമാണെന്ത് ഫലസ്തീൻ്റെ. അവിടൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏറ്റവും ചൂടുള്ള ഈ മദീനയിലേക്ക്, ഏറ്റവും ചൂടുള്ള അറേബ്യയിലേക്ക് എന്തിന് ജൂതന്മാർ വന്നു, എന്തിനവർ കടന്നു വന്നു എന്ന ചോദ്യം അത് ചരിത്രത്തോട് ചോദിച്ചാൽ അതിന് കിട്ടുന്ന മറുപടിയുണ്ട്. എന്താണ് ആ മറുപടി? അന്ത്യപ്രവാചകൻ വരുന്ന സ്ഥലം മാ ബൈന ഹറത്തൈൻ, 2 മലകൾക്കിടയിൽ ഈത്തപ്പനകളാൽ നിറയുന്ന ഒരു സ്ഥലത്താണ് അന്ത്യപ്രവാചകൻ വരാൻ പോകുന്നത്. ആ പ്രവാചകനെ സ്വീകരിക്കാൻ ഞങ്ങളുണ്ടാകും എന്ന് പറഞ്ഞ് ഇവരുടെ വല്യാപ്പമാർ യാത്ര ചെയ്തു വന്നതാണ് മദീനത്തേക്ക്. അങ്ങനെയാ മദീനത്ത് ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉണ്ടാവുന്നത്. അതിന്റെ മുമ്പ് ജൂതന്മാരും ക്രിസ്ത്യാനികളും മദീനത്തില്ല. അവർ നബിയെ സ്വീകരിക്കാൻ വേണ്ടി വന്നവരാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യപ്രവാചകൻ വരുന്നത് അവിടെയാണെന്ന് അവർക്കറിയുമായിരുന്നു. ഫലമ്മ അതാഹും, അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ആ പ്രവാചകനെ ഞാൻ അവർക്ക് കൊടുത്തപ്പോൾ കഫറൂ ബിഹി, അവര് ആ പ്രവാചകനെ വിശ്വസിക്കുകയുണ്ടായില്ല. ഇതാണ് അവർ ചെയ്തത്. വിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹും സഅദ് ഇബ്നു ഉബാദ തങ്ങളും സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങളും 3 പേരും മദീനക്കാരാണ്. 3 പേരും വന്നിട്ട് റസൂലുള്ളാഹി തങ്ങളുടെ മുമ്പിൽ തങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി മക്കത്തേക്ക് ആരും കാണാതെ വന്നു. അഖബ ഉടമ്പടി, അഖബ പാറക്കെട്ടുകളുടെ അരികത്തേക്ക് വന്നു. രാത്രിക്ക് രാത്രി അന്ന് നിബിതങ്ങൾ മക്കയിൽ പ്രയാസം അനുഭവിക്കുകയാണ്, ദുരിതത്തിലാണ്. തങ്ങളോട് പറയുന്ന നബിയെ അങ്ങ് മദീനത്തേക്ക് വരണം, ഞങ്ങൾ അങ്ങയെ കൊണ്ടുപോകും. മദീന ഹിയ മദീനതുക യാ റസൂലല്ലാഹ്, അത് നിങ്ങളുടെ നഗരമാണ് നബിയെ, അത് നിങ്ങളുടെ നഗരമാണ്. മദീനയുടെ പേര്, മദീന എന്ന് പറഞ്ഞാൽ നഗരം എന്നാണ്. മദീനത്തുൻ നബി, നബിയുടെ നഗരം എന്നാണ് ആ വാക്കിന്റെ പൂർണ്ണരൂപം. അതാണ് അൽ മദീനത്തുൽ മുനവ്വറ, പ്രഭാ ചൊരിയുന്ന പ്രശോഭിതമായ മദീന എന്ന് നമ്മൾ പറയുമ്പോഴും മദീനത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് ഹബീബായ തങ്ങളുടെ മദീനയാണ്. അത് അവർ വന്ന് പറഞ്ഞാൽ സഅദ് തങ്ങൾ എന്താ അവിടെ പറഞ്ഞത്? അഖബ ഉടമ്പടി നടക്കുമ്പോൾ പറയുന്നുണ്ട്, ഇതാ ഞാൻ നബി തങ്ങൾക്ക് കൈ കൊടുക്കാൻ പോവുകയാണ്. സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നബിക്ക് കൈ കൊടുക്കുന്നു. ഈ കരാറിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മിത്രങ്ങളെ ചിലപ്പോൾ ശത്രുക്കളായി കാണേണ്ടി വരും, നമ്മുടെ ശത്രുക്കളെ മിത്രങ്ങളായി കാണേണ്ടി വരും. ഈ നബിയുടെ ശത്രുക്കൾ ആരോ അവർ നമ്മുടെ ശത്രുക്കളാണ്, ഈ നബിയുടെ മിത്രങ്ങൾ ആരോ അവർ നമ്മുടെ മിത്രങ്ങളായിരിക്കും. ഇത് അല്ലാഹുവിന്റെ റസൂലാണെന്ന് എനിക്കുറപ്പാണ്.
എങ്ങനെയെന്നറിയോ? നമ്മുടെ നാട്ടിലെ ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞു തന്ന അടയാളങ്ങളുണ്ടല്ലോ, അത് മുഴുവൻ ഈ നബിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ബൈഅത്ത് ചെയ്യാണ്, ധൈര്യമുള്ളവരെന്റെ കൂടെ ബൈഅത്ത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് അങ്ങനെയാണ് അഖബ ഉടമ്പടി നടക്കുന്നത്. ആ ഉടമ്പടിക്ക് ശേഷമാണ് ഇസ്രാ മിഅ്റാജ് ഉണ്ടാകുന്നത്. ഇസ്രാ മിഅ്റാജിന്റെ ശേഷമാണ് ഹിജ്റ ഉണ്ടാകുന്നത്. റസൂലുള്ളാഹി തങ്ങൾ മദീനത്തേക്ക് പോകുന്നത്. അപ്പോ മദീനത്തേക്ക് ചെന്നപ്പോ അവിടെ ജൂതന്മാരുണ്ട്. തങ്ങൾ ചോദിച്ചു, മാ ഹാദൽ യൗമുല്ലദീ തസൂമൂന, നിങ്ങൾ എന്തിനാ നോമ്പെടുക്കുന്നത് എന്ന് ചോദിച്ചു. അവര് പറഞ്ഞു, ഹാദാ യൗമുൻ അദീം, ഇത് വളരെ ശ്രേഷ്ഠമായൊരു ദിവസമാണ്. അൻജല്ലാഹു ഫീഹി മൂസ വ ഖൗമഹു, മൂസാ നബി അലൈഹിസ്സലാമിനെയും മൂസാ നബി അലൈഹിസ്സലാമിന്റെ അനുയായികളെയും അല്ലാഹു ചെങ്കടൽ പിളർത്തി രക്ഷപ്പെടുത്തിയ ദിവസമാണിത്. വഗറഖ ഫിർഔന വ ഖൗമഹു, ഫിർഔനിനെയും ഫിർഔനിന്റെ ആളുകളെയും അല്ലാഹു വെള്ളത്തിലേക്ക് മുക്കിച്ചാഴ്ത്തിയ ദിവസമാണിത്. ഫസ്വാമ മൂസ ശുക്ര, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിനെ നന്ദി ചെയ്യാൻ വേണ്ടി നോമ്പെടുത്തിട്ടുണ്ട്. ഫനഹ്നു നസൂമുഹു, അതുകൊണ്ട് ഞങ്ങൾ നോമ്പെടുക്കുന്നു. മൂസാ നബി നോമ്പെടുത്തിട്ടുണ്ട്. എന്തേ കാരണം? ഫിർഔനെ നശിപ്പിച്ചത്, ഫിർഔനെ ചെങ്കടലിൽ മുക്കിക്കൊന്നു. അല്ലെ, ഫിർഔന്റെ ഡെഡ് ബോഡിയൊക്കെ ഇന്ന് കാണാവുന്ന ലോകത്തല്യ അത്ഭുതമാണ്. നമുക്കൊക്കെ സാധിക്കുമെങ്കിൽ മസ്ജിദുൽ അഖ്സയിലേക്കൊക്കെയുള്ള യാത്രകൾ, ഇന്ത്യൻ പാസ്പോർട്ടിന്റെ ഒരു വില മനസ്സിലാവണമെങ്കിൽ അവിടെ തന്നെ പോയാലേ അറിയുള്ളൂ. ഇന്ത്യക്കാർക്കേ കടക്കാൻ പറ്റും. അപ്പോ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അനുയായികൾ എന്ന് പറയുന്നവരാണവര്. മൂസാ നബി അലൈഹിസ്സലാമിനെയും ബനൂ ഇസ്രായേലുകളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി ഫറോവയെ മുക്കിക്കൊന്നു. ഫറോവയുടെ ഡെഡ് ബോഡി കിടക്കുന്നത് ഈജിപ്തിലാണ്. ഈജിപ്തിൽ ഇതുവരെ പോയ ആളുകളൊക്കെ ഫിർഔനെ കണ്ടിരുന്നത് ഈജിപ്തിലെ കെയ്റോ നാഷണൽ മ്യൂസിയത്തിലാണ്. നമ്മൾ അബ്ദുറഹ്മാൻ തങ്ങൾ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, വളരെ മനോഹരമായി, വളരെ ഡീറ്റെയിൽഡ്, ഈ രാജ്യങ്ങളിലെ സംഭവങ്ങളൊക്കെ വെച്ചിട്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ പ്രകാശനം കുറച്ച് കഴിഞ്ഞാൽ നടക്കും. ഇൻഷാ അല്ലാഹ് വളരെ ശരിക്കും കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു ഗ്രന്ഥമാണത്. അതിപ്പോ ഫിർഔന്റെ ഡെഡ് ബോഡി അടക്കം 20 ഡെഡ് ബോഡികൾ ഉണ്ട് അവിടെ. 20 ഡെഡ് ബോഡികൾ ആ ഒരൊറ്റ മ്യൂസിയത്തിനകത്തുണ്ട്. വേറെ ഡെഡ് ബോഡികൾ വേറെ ഉണ്ട്. അതിലെ കൊച്ചുകുട്ടികളുടേതും മറ്റൊക്കെ ആയിട്ട് വേറെ മമ്മികളുണ്ട്. ഇതൊക്കെ 3000-4000 കൊല്ലം പഴക്കമുള്ള സംഭവങ്ങളാണ്. വലിയ അത്ഭുതമല്ലേ? ഫറോവെ റംസീസ് രണ്ടാമനുണ്ട്, അതാ മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഫിർഔൻ. റംസീസ് മൂന്നാമനുണ്ട്, റംസീസ് നാലാമനുണ്ട്. അതിൽപ്പെട്ട ഒരു രാജ്ഞിക്ക് തലക്ക് വെട്ടുകൊണ്ടിട്ട് പല്ലിളിച്ചു നിൽക്കുന്ന രീതിയിൽ കിടക്കുന്ന ഒരു രാജ്ഞിയുണ്ട്. ഒരു യുദ്ധത്തിൽ അങ്ങനെ വെട്ടുകൊണ്ട സമയത്ത് അങ്ങനെ മരിച്ചതായിരിക്കണം എന്നാണ് അനുമാനിക്കുന്നത്. ഫറോവയുടെ തലയിലെ മുടി പോലും ഒഴിഞ്ഞു പോയിട്ടില്ല. സുബ്ഹാനല്ലാഹ്, അതങ്ങനെ തന്നെ ഉണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഈ ലോകത്ത് അല്ലാഹു തആല വല്ല പൈസ സംവിധാനങ്ങളോ സൗകര്യങ്ങളോ ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ, ആരോഗ്യമുണ്ടെങ്കിൽ യാത്ര ചെയ്ത് കാണേണ്ട സംഗതികളാണ്. നമ്മുടെ ഈമാൻ ഒന്ന് ഉറക്കാനും വിശുദ്ധ ഖുർആൻ പറഞ്ഞ അത്ഭുതങ്ങളൊക്കെ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് കണ്ട് നമ്മുടെ ഈമാൻ ഒന്ന് കട്ടികൂടാനൊക്കെ നല്ലതാണ്. അല്ലാഹു തആല നമ്മുടെ ഈമാൻ അല്ലാഹു ബലപ്പെടുത്തി തരട്ടെ. അവനെ മുക്കിക്കൊന്നത് ചെങ്കടലിലാണ്, നൈൽ നദിയിലല്ല. ചെങ്കടലിൽ അല്ലാഹു മുക്കിക്കൊന്നു. ബനു ഇസ്രായേലുകൾ അവരുടെ മുമ്പിൽ രക്ഷപ്പെട്ടു. മൂസാ നബി അലൈഹിസ്സലാം അനുയായികൾ രക്ഷപ്പെട്ടു. ഫറോവ പിന്നിലൂടെ വന്നു, വെള്ളം കൂടിച്ചേർന്നു. അതിനാണ് എക്സോഡസ് എന്ന് പറയാം. ബൈബിൾ പുസ്തകത്തിൽ, ആവർത്തന പുസ്തകത്തിൽ എക്സോഡസ് ഉണ്ട്. നമ്മുടെ പഴയ നിയമത്തിൽ എക്സോഡസ് ഉണ്ട്. എക്സോഡസ് എന്ന് പറഞ്ഞാൽ കടല് പിളർന്ന സംഭവം നമ്മൾ ഈ പറയുന്ന ചരിത്രമാണ്. അത് ജൂതന്മാർ വിശ്വസിക്കുന്ന ചരിത്രം, ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ചരിത്രമാണ്. എക്സോഡസ് എന്നാണ് ഇതിന് പറയാം ഇംഗ്ലീഷിൽ. മലയാളത്തിൽ എന്താ പറയല് എനിക്ക് അറിയില്ല, ഇതിന്റെ ഒരു വിവർത്തനം ഉണ്ടാവും, എനിക്ക് ഓർമ്മ വരുന്നില്ല. എന്തായിരുന്നാലും ആ സംഭവം നടന്നത് മുഹറം 10 നബിയെ എന്ന് നബി തങ്ങളോട് മദീനയിലെ ജൂതന്മാർ റസൂലുള്ളാഹി തങ്ങളോട് പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് നബി തങ്ങൾ പറഞ്ഞു, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ അതിന് മറുപടി കൊടുത്തു. ഈ ഹദീസ് സ്വഹീഹ് ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമുണ്ട്. സ്വഹീഹയിൽ വന്ന ഹദീസാണ്. ഫനഹ്നു അഹഖു ഔലാ ബിമൂസാ മിൻകും, നിങ്ങളെക്കാളും മൂസ നബി അലൈഹിസ്സലാമിനോട് ബന്ധപ്പെട്ടത് ഞങ്ങളാണ്. ഫസ്വാമഹു റസൂലുള്ളാഹ്, അങ്ങനെ നബി തങ്ങൾ ആ നോമ്പെടുത്തിട്ടുണ്ട്. വഅമറ ബിസിയാമിഹി, ആ നോമ്പെടുക്കാൻ നബി തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം തങ്ങളും ഒത്തുറിപ്പോർട്ട് ചെയ്തത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് എല്ലാവർക്കും നോമ്പെടുക്കണം ഇൻഷാ അല്ലാഹ്. മിക്കവാറും ഇവിടെ ചൊവ്വാഴ്ചയായിരിക്കും മുഹറം ആരംഭിക്കുന്നത്. ഇവിടുത്തെ ലോക്കൽ കലണ്ടർ, നമ്മുടെ ഇവിടുത്തെ പത്രങ്ങളൊക്കെ റേഡിയോ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. അങ്ങനെ വരികയാണെങ്കിൽ മുഹറം 10 വരുന്നത് അടുത്ത ശനിയാഴ്ച ആവും അല്ലേ? ഏകദേശം ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ആയിരിക്കും. എങ്ങനെ മോമനി? ബുധനോ വ്യാഴായിരിക്കും അല്ലേ? ഇൻഷാ അല്ലാഹ്.
ബുധനോ വ്യാഴായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോ പ്രത്യേകിച്ച് നോമ്പെടുക്കുക. അതിന്റെ തലേയൊരു ദിവസം നോമ്പെടുക്കുക. സൂമു തസിഹു, ഒരുപാട് ഡയറ്റ് ഭക്ഷണ നിയന്ത്രണ പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ. സൂമു തസിഹു, നിങ്ങൾ നോമ്പെടുത്തോളൂ, നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പെടുത്തോളൂ, ആരോഗ്യം ഉണ്ടാവും. സൂമു തസിഹു. സ്വീകരിക്കട്ടെ. ഫനഹ്നു അഹഖു വഔലാ ബിമൂസാ മിൻകും, മൂസ നബി അലൈഹിസ്സലാം ഞങ്ങളുടെ നബിയാണ്. ഞങ്ങൾ മൂസ നബിയെക്കാളും മൂസ നബിയോട് നിങ്ങളെക്കാളും ഞങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് നോമ്പെടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് പറയുകയും തങ്ങൾ നോമ്പെടുക്കുകയും ചെയ്തു. നോമ്പെടുക്കാൻ വഅമറ ബിസ്വിയാമിഹി, ആ നോമ്പെടുക്കാൻ നബി തങ്ങൾ കൽപ്പിക്കുകയും ചെയ്തു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അശ്റാഇന്റെ നോമ്പ്. ശഹറുൽ ഹറാമി മുബാറകും മൈമൂനു വസ്സൗമു ഫീഹി മുദാഅഫും മസ്നൂനു وثواب صائمه لوجه إلهه في الخلد عند مليكه مخزون. അല്ലാഹുവിന്റെ വളരെ ശ്രേഷ്ഠമായൊരു മാസം, പുണ്യമായൊരു വർഷം ആരംഭിക്കുകയാണ്. അല്ലാഹുവേ, എന്റെ ജീവിതത്തിൽ ഞാൻ എത്ര കാലം നിന്റെ അടുത്തുണ്ട്. 1440 കടക്കുകയാണ്. അല്ലാഹുവേ, 1450 എന്ന ഒരു അഖദ്, അറബിയിൽ അഖദ് എന്ന് പറയാം, ഓരോ 10 കൊല്ലവും അടുത്തൊരു അഖദിലേക്ക് നമ്മൾ ഉണ്ടാവുമല്ലേ? 1450 നമ്മൾ ഉണ്ടാവുമല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ ഈ ഓരോ സെക്കൻഡും നിർബന്ധമായും നമ്മൾ കഴിഞ്ഞത് വീണ്ടെടുക്കാനും നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാനും ഇബാദത്ത് വർദ്ധിപ്പിക്കാനും സമയം കണ്ടെത്തണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ